എലിക്സിയർ IAS അക്കാഡമിയുടെ മസ്റ്റ് നോ ഫാക്ട് സീരീസിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ചാണ്. നമുക്കറിയാം, കേരളത്തിൽ വളരെയധികം ചൂടേറിയ ചർച്ചകൾ നടന്നിട്ടുള്ളതും നടന്നുകൊണ്ടിരിക്കുന്നതുമായ ബേണിംഗ് ടോപ്പിക്കുകളിൽ ഒന്നാണ് മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട സേഫ്റ്റി കൺസേൺസ് എന്ന് പറയുന്നത്. സോ നമ്മുടെ ടോപ്പിക്കിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് കടക്കുന്നതിന് മുമ്പ് നമുക്കറിയാം, നമ്മുടെ മക്കൾക്ക് വെക്കേഷൻ ആണ്. ഒരു മാസം കൂടി വെക്കേഷൻ ബാക്കിയുണ്ട്. സോ ഈ വെക്കേഷൻ ഏറ്റവും നന്നായി, ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ട് നമ്മുടെ മക്കൾ സ്പെൻഡ് ചെയ്യണം. അതിനുശേഷമായിരിക്കണം അവർ സ്കൂളുകളിലേക്ക് തിരിച്ചു പോകുന്നത്. അതിനുവേണ്ടിയാണ് എലിക്സിയർ IAS അക്കാഡമിയുടെ സിവിൽ സർവീസ് ഫൗണ്ടേഷൻ കോഴ്സിന്റെ പുതിയ ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നത്. സോ പ്രധാനമായിട്ടും നമുക്ക് 3 ബാച്ചുകളാണുള്ളത്. 5ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ ഏത് കരിക്കുലം അല്ലെങ്കിൽ ഏത് സിലബസിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും IAS കിഡ്സ് എന്നുള്ള ബാച്ചിൽ ജോയിൻ ചെയ്യാം. അതുപോലെ 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് IAS ജൂനിയർ എന്നുള്ള ബാച്ചിലും, കോളേജ് സ്റ്റുഡൻസ് അതുപോലെ ഗ്രാജുവേറ്റ്സിന് IAS at 21 എന്നുള്ള ബാച്ചിലും ജോയിൻ ചെയ്യാം. നമുക്കറിയാം, നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഗിഫ്റ്റ് ആയിരിക്കും നമ്മുടെ സിവിൽ സർവീസ് ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറയുന്നത്. കാരണം വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു സിലബസ് അല്ലെങ്കിൽ ഒരു കരിക്കുലം ഫോളോ ചെയ്തുകൊണ്ടാണ് നമ്മുടെ കോഴ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ ബാച്ചുകൾ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു ബാച്ചിലേക്ക് 45% ഓഫോട് കൂടെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. നമ്മുടെ ആനിവേഴ്സറി ഓഫർ ആയിട്ടുള്ള 45% ഇപ്പോൾ അവൈലബിൾ ആണ്. ആൻഡ് 20 സ്റ്റുഡൻസ് മാത്രമുള്ള ബാച്ചുകളാണ് നമുക്ക് ഉണ്ടാവുന്നത്. അതിന്റെ കൂടെ ഏറ്റവും ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത് പേഴ്സണൽ മെന്റർഷിപ്പ് എന്നുള്ള പ്രോഗ്രാം ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അതായത് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ, ആ കുട്ടിയുടെ സ്കൂളിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായാലും അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാവുന്ന സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളായാലും എന്ത് കാര്യങ്ങളായാലും അത് റെക്ടിഫൈ ചെയ്ത് അവരെ ഏറ്റവും സ്മൂത്ത് ആയിട്ട് അവരുടെ അക്കാഡമിക് ലൈഫ് കൊണ്ടുപോകുക എന്നുള്ളതാണ് പേഴ്സണൽ മെന്റർഷിപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. അതുപോലെ അവർക്ക് സ്കൂളുകളിലുള്ള കോമ്പറ്റീഷൻസ് അതുപോലെ മറ്റ് സ്ഥലങ്ങളിൽ ഉണ്ടാവുന്ന കോമ്പറ്റീഷൻസിലൊക്കെ നമ്മുടെ കുട്ടികളെ ഹെൽപ്പ് ചെയ്യാനും ഈ ഒരു പേഴ്സണൽ മെന്റർഷിപ്പ് പ്രോഗ്രാം വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. സോ നിങ്ങൾക്ക് തീർച്ചയായും എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യാം. നമ്മൾ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ അടുത്ത പുതിയ ബാച്ചുകൾ ആരംഭിക്കുന്നതാണ്. സോ പേഴ്സണൽ മെന്റർഷിപ്പോടുകൂടി എത്രയും പെട്ടെന്ന് നമ്മുടെ കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ഇപ്പോൾ തന്നെ വിളിക്കാം. ആൻഡ് മൂവിംഗ് ഓൺ ടു അവർ ടോപ്പിക്, മുല്ലപ്പെരിയാർ ബേണിംഗ് ഇഷ്യൂ. നമുക്കറിയാം, മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട സേഫ്റ്റി അതൊരു ബേണിംഗ് അല്ലെങ്കിൽ ഒരു ഹോട്ട് ടോപ്പിക് തന്നെയാണ് കേരളത്തിൽ, റൈറ്റ്? യെസ്. സോ ഏറ്റവും റീസെന്റ് ആയിട്ട് നമുക്കറിയാം, സുപ്രീം കോടതിയിൽ ഇന്റർ സ്റ്റേറ്റ് ഡിസ്പ്യൂട്ട്, അതായത് 2 സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കം വളരെയധികം കാലമായിട്ട് കേരളവും തമിഴ്നാടും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇതൊരു ഇന്റർ സ്റ്റേറ്റ് ഡിസ്പ്യൂട്ട് ആയതുകൊണ്ട് തന്നെ സുപ്രീം കോടതിക്ക് വളരെ പെട്ടെന്ന് അല്ലെങ്കിൽ അതിവേഗത്തിൽ ഒരു തീരുമാനം എടുക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഓക്കെ, സോ അതുകൊണ്ടാണ് ദാറ്റ് ഈസ് വൺ ഓഫ് ദി റീസൺസ് വൈ ഇറ്റ്സ് ഗെറ്റിംഗ് ഡിലേഡ്, അല്ലെങ്കിൽ അതിന്റെ വിധി പുറപ്പെടുവിക്കാൻ താമസിക്കുന്നത് വൺ ഓഫ് ദി റീസൺസ് അതാണ്. ഓക്കെ, അതിന്റെ ലീഗൽ കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. ആൻഡ് റീസെന്റ് ആയിട്ട് എന്തുകൊണ്ടാണ് മുല്ലപ്പെരിയാർ ഡാം നമ്മുടെ ന്യൂസിൽ വന്നിട്ടുള്ളത്? നമുക്കറിയാം, സുപ്രീം കോടതിയിൽ ഇപ്പോഴും കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ തമിഴ്നാട് ഹാസ് അക്യൂസ്ഡ് കേരള ഇൻ ദി സുപ്രീം കോർട്ട് saying crying foul about the safety, saying Kerala willfully obstructing the maintenance. അതായത് കേരളം എപ്പോഴും ആവശ്യപ്പെടുന്നത് എന്താണ്? കേരളം ആവശ്യപ്പെടുന്നത് പുതിയൊരു ഡാം നിർമ്മിക്കാൻ വേണ്ടിയാണ്. പക്ഷെ തമിഴ്നാട് പൂർണ്ണമായും പുതിയൊരു ഡാം നിർമ്മിക്കുന്നതിലേക്ക് അവർ തയ്യാറല്ല. അവർ ഇപ്പോഴും ഉദ്ദേശിക്കുന്നത് നിലവിലുള്ള മുല്ലപ്പെരിയാർ ഡാം മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അതിന് വരുന്ന കേടുപാടുകളൊക്കെ തീർക്കുക എന്നുള്ളത് മാത്രമാണ്. സോ അതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് സുപ്രീം കോടതിയിൽ നടക്കുന്ന കേസിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. സോ ക്രൈം ഫൗൾ അതൊരു പ്രയോഗമാണ്, ഇംഗ്ലീഷിൽ ഒരു പ്രയോഗമാണ്, ഒരു ഫ്രേസ് ആണ്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് കേരളം തമിഴ്നാടിനെ അനാവശ്യമായിട്ട് അല്ലെങ്കിൽ ചെയ്യാത്ത കാര്യത്തിന് എന്താ പറയാ കുറ്റപ്പെടുത്തുക. അതാണ് ക്രൈം ഫൗൾ എന്നുള്ള പ്രയോഗത്തിന്റെ അർത്ഥം. ഓക്കെ, യെസ്. സോ അവര് സുപ്രീം കോടതിയിൽ പറയുന്നത് വിൽഫുള്ളി ഒബ്സ്ട്രക്ടിങ് ദ മെയിൻ്റനൻസ്, അതായത് മനഃപൂർവ്വം മെയിൻ്റനൻസിനെ ഒബ്സ്ട്രക്ട് ചെയ്യുക, തടസ്സപ്പെടുത്തുവാണ് കേരളം എന്നാണ് സുപ്രീം കോടതിയിൽ തമിഴ്നാട് പറഞ്ഞിട്ടുള്ളത്. And in 2021, Kerala in Supreme Court to decommission the 126-year-old dam operated by Tamil Nadu and not completely accepted. അതായത് 2021 കേരളം അതിശക്തമായി സുപ്രീം കോടതിയിൽ വാദിച്ചിട്ടുണ്ടായിരുന്നു മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യാൻ വേണ്ടി. എന്താണ് ഡീകമ്മീഷനിങ് എന്ന് പറയുന്നത്? അതിന്റെ ഉപയോഗം അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനം നിർത്തുക എന്നുള്ളതാണ്, അല്ലെ? പ്രവർത്തനം പൂർണ്ണമായിട്ടും നിർത്തുക എന്നുള്ളതാണ്. നമുക്കറിയാം, 2 ടെർമിനോളജീസ് ആണ്, കമ്മീഷനിങ്ങും ഡീകമ്മീഷനിങ്ങും.
ഓക്കെ, കമ്മീഷൻ ചെയ്യാന്ന് വെച്ചാൽ അതിന്റെ പ്രവർത്തനം തുടങ്ങുക, പുതുതായിട്ടുള്ള ഒരു ഉൽപ്പന്നത്തിന്റെ പ്രവർത്തനം തുടങ്ങുക എന്നുള്ളതാണ് കമ്മീഷൻ ചെയ്യാന്ന് പറയുന്നത്. നമുക്കറിയാം ഷിപ്സ് അല്ലെങ്കിൽ എന്താണ് എയർക്രാഫ്റ്റ്, അതൊക്കെ കമ്മീഷൻ ചെയ്യാന്നാണ് നമ്മൾ പറയുന്നത് അല്ലെ. അതുപോലെ ഡീകമ്മീഷൻ എന്ന് വെച്ചാൽ അതിന്റെ പ്രവർത്തനം പൂർണ്ണമായിട്ടും നിർത്തുക എന്നുള്ളതാണ്. സോ 126 വർഷം പഴക്കമുള്ള ഡാമാണ് മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ഇവിടെ ആലോചിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വെറും 50 വർഷത്തെ ലൈഫ് അല്ലെങ്കിൽ കണക്കാക്കിക്കൊണ്ടാണ് മുല്ലപ്പെരിയാർ ഡാം കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. അതായത് അതിന്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് അവർ നിർമ്മിക്കുന്ന സമയത്ത് 50 വർഷത്തേക്ക് അവർ ലിമിറ്റ് ചെയ്തിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്കറിയാം 126 വർഷങ്ങളിൽ കൂടുതലായി മുല്ലപ്പെരിയാർ ഡാം ഓപ്പറേഷനിലാണ് അല്ലെ, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ പക്ഷെ ഈ ഡീകമ്മീഷൻ ചെയ്യാനുള്ള കേരളത്തിന്റെ ആവശ്യം പൂർണ്ണമായിട്ടും തമിഴ്നാട് അംഗീകരിച്ചിട്ടില്ല. ആൻഡ് ഇൻ 2022 സുപ്രീം കോർട്ട് ടു റീകൺസ്റ്റിറ്റ്യൂട്ട് മുല്ലപ്പെരിയാർ ഡാം സൂപ്പർവൈസറി കമ്മിറ്റി, നമുക്കറിയാം ഇതിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതും മേൽനോട്ടം വഹിക്കുന്നതും മുല്ലപ്പെരിയാർ ഡാംസ് സൂപ്പർവൈസറി കമ്മിറ്റിയാണ്. അതിൽ 2021 റീകൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ, വീണ്ടും ഒരു പുതിയ കമ്മിറ്റീനെ നിയോഗിച്ചപ്പോൾ അതിൽ ഒരു ടെക്നിക്കൽ എക്സ്പേർട്ട് കേരളത്തിൽ നിന്നും അതുപോലെ തമിഴ്നാട് നിന്നും ഓരോ വീതം ടെക്നിക്കൽ എക്സ്പേർട്സ് ആ ഒരു കമ്മിറ്റിയിൽ അംഗങ്ങളായിരുന്നു. ആൻഡ് അതിനെന്തുണ്ട്, നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റി NDSA പൂർണ്ണമായിട്ടുള്ള അധികാരങ്ങളുണ്ട്. ആ ഒരു അതോറിറ്റിക്ക്, ആ ഒരു സൂപ്പർവൈസറി കമ്മിറ്റിക്ക് നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റി, അതായത് ഇന്ത്യയിലെ ഏറ്റവും അപെക്സ് ബോഡിയാണ് ഡാമുകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഏറ്റവും അപെക്സ് അതോറിറ്റി അല്ലെങ്കിൽ ഏറ്റവും ഉന്നതമായ അതോറിറ്റിയാണ് നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റി എന്ന് പറയുന്നത്. അവർക്കുള്ള എല്ലാ അധികാരങ്ങളും ആർക്കും കൊടുത്തിട്ടുണ്ട്, മുല്ലപ്പെരിയാർ ഡാംസ് സൂപ്പർവൈസറി കമ്മിറ്റിക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ അത്രയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു ബോഡിയാണ് ഈ മുല്ലപ്പെരിയാർ ഡാംസ് സേഫ്റ്റി അല്ലെങ്കിൽ സൂപ്പർവൈസറി കമ്മിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ മുല്ലപ്പെരിയാറിന്റെ ഒരു ഇമേജ് ആണ് ഇത്. ഓക്കെ, തീർച്ചയായും നിങ്ങൾ പലതവണ നമ്മുടെ ന്യൂസിലായാലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഈ ഒരു ഇമേജ് കണ്ടിട്ടുണ്ടാവും, റൈറ്റ്? യെസ്. ദെൻ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ്, നമുക്ക് അതിന്റെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, യെസ്, മുല്ലപ്പെരിയാർ 126 years old ഡാം ആണ്. ലൊക്കേറ്റഡ് ഓൺ ദ കോൺഫ്ലുവൻസ് ഓഫ് മുല്ലയാർ ആൻഡ് പെരിയാർ റിവേഴ്സ് ഇൻ കേരളസ് ഇടുക്കി ഡിസ്ട്രിക്ട്. അതായത് കേരളത്തിലെ ഇടുക്കി ജില്ലയിലാണ് മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത്. ആൻഡ് മുല്ലയാർ എന്ന് പറയുന്നതും പെരിയാർ എന്ന് പറയുന്നതുമായ രണ്ട് നദികളുടെ ജോയിൻ ചെയ്യുമ്പോഴാണ് മുല്ലപ്പെരിയാർ എന്നുള്ള ആ ഒരു പുഴ അല്ലെങ്കിൽ റിവർ ഉണ്ടാവുന്നത്, റൈറ്റ്? യെസ്. ദെൻ ഡാം ഇസ് ഓൺഡ്, ഓപ്പറേറ്റഡ് ആൻഡ് മെയിൻറ്റെയിൻഡ് ബൈ തമിഴ്നാട്. അതായത് ഡാം സ്വന്തമാക്കിയിട്ടുള്ളത്, അതിന്റെ ഓണർഷിപ്പ് ഉള്ള തമിഴ്നാടാണ്, അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് തമിഴ്നാടാണ്, അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് തമിഴ്നാടാണ്. എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഡാമിലുള്ള വെള്ളം അവർ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഡാമിൽ സംഭരിച്ചു വെച്ചിട്ടുള്ള വെള്ളം ഉപയോഗിക്കുന്നത്? ഇറിഗേഷൻ, ഡ്രിങ്കിങ് വാട്ടർ സപ്ലൈ ആൻഡ് ഹൈഡ്രോ പവർ ജനറേഷൻ. ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രധാനമായിട്ടും മുല്ലപ്പെരിയാർ ഡാമിലെ വെള്ളം തമിഴ്നാട് കൊണ്ടുപോകുന്നത്. ഓക്കെ, ഇറിഗേഷൻ, ജലസേചനം അല്ലെ, ഡ്രിങ്കിങ് വാട്ടർ അതായത് കുടിവെള്ള സപ്ലൈ, ആൻഡ് ഹൈഡ്രോ പവർ ജനറേഷൻ. അതിൽ നിന്ന് അവർ ചെറിയ എന്താ പറയാ ജലസേചന പദ്ധതികൾ വെച്ചിട്ട് അവർ വൈദ്യുതി പോലും ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, വലിയ അളവിലല്ല, പക്ഷെ ചെറിയ എന്താണ് ജനറേറ്റേഴ്സ് അല്ലെങ്കിൽ പവർ സ്റ്റേഷൻസ് വെച്ചിട്ട് അവർ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഹൈഡ്രോ പവർ ജനറേഷൻ. ഹൈഡ്രോ പവർ എന്ന് പറയുന്നത് എന്താണ്? ജലം ഉപയോഗിച്ച് വൈദ്യുതി ഉണ്ടാകും അല്ലെ, ജലവൈദ്യുതി, റൈറ്റ്? യെസ്. സോ ഇത് 3 പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ. അതായത് കേരളത്തിൽ നിന്നും വെള്ളം തമിഴ്നാട്ടിലോട്ട് കൊണ്ടുപോയിട്ട് അവിടെ ചെയ്യുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇറിഗേഷൻ, ഡ്രിങ്കിങ് വാട്ടർ സപ്ലൈ ആൻഡ് ഹൈഡ്രോ പവർ ജനറേഷൻ ആണ്. ദെൻ പെരിയാർ റിവർ ഒറിജിനേറ്റ്സ് ഫ്രം ശിവഗിരി ഹിൽസ് ഇൻ വെസ്റ്റേൺ ഗാട്സ്. അതായത് വെസ്റ്റേൺ ഗാട്സിലുള്ള ശിവഗിരി ഹിൽസിൽ നിന്നാണ് നമ്മുടെ പെരിയാർ ഒറിജിനേറ്റ് ചെയ്യുന്നത്, ഉത്ഭവിക്കുന്നത്. ഓക്കെ, ആൻഡ് ഫ്ലോസ് ടു പെരിയാർ നാഷണൽ പാർക്ക്. പെരിയാർ നാഷണൽ പാർക്ക് വഴി ആണ് അത് ഒഴുകുന്നത്. ആൻഡ് ട്രിബ്യൂട്ടറീസ്, അതിന്റെ കൈവഴികൾ ഏതൊക്കെയാണ് നോക്കാം. മുതിരപ്പുഴ, മുല്ലയാർ, ചെറുതോണി ആൻഡ് പെരിഞ്ഞൻകുട്ടി. ഓക്കെ, ഈ 4 ആണ് അതിന്റെ ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത്. ഓക്കെ, മുതിരപ്പുഴ, മുല്ലയാർ, ചെറുതോണി ആൻഡ് പെരിഞ്ഞൻകുട്ടി. സോ ഇത് മക്കൾക്ക് ഓർത്തെടുക്കാൻ എളുപ്പമാണ്. നമ്മുടെ ഇടുക്കിയിലുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ റിവേഴ്സ്, അതിനൊക്കെ പേരുകൾക്ക് ചില പ്രത്യേകതകളുണ്ട്. സോ അതൊക്കെ മനസ്സിലാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ഇത് ഓർത്തെടുക്കാം. യെസ്. ദെൻ മുല്ലപ്പെരിയാർ, നമ്മൾ അതിന്റെ ഇഷ്യൂസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ആൻഡ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് അതിന്റെ ഒരു ബ്രീഫ് ഹിസ്റ്ററിയാണ്. മുല്ലപ്പെരിയാർ ഡാമിന്റെ നിർമ്മാണവുമായും അല്ലെങ്കിൽ അതിന്റെ ഓപ്പറേഷൻസുമായി ബന്ധപ്പെട്ട കുറച്ച് ഹിസ്റ്ററി, ചരിത്രത്തിന്റെ കുറച്ച് ഭാഗങ്ങളാണ് ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഇൻ 1886 തിരുവനന്തപുരം അല്ലെങ്കിൽ ട്രിവാൻഡ്രം റൂളർ ആയിരുന്ന വിശാഖം തിരുനാൾ രാമവർമ്മ
999 വർഷത്തേക്ക് 8100 ഏക്കേഴ്സ് ഓഫ് ഫോറസ്റ്റ് ലാൻഡ് ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുത്തു. ഓക്കെ, 999 വർഷത്തേക്ക് 8100 ഏക്കേഴ്സ് ഓഫ് ഫോറസ്റ്റ് വനഭൂമി അന്നത്തെ തിരുവിതാംകൂർ രാജാവായിരുന്ന വിശാഖം തിരുനാൾ രാമവർമ്മ ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുത്തു. ഒരു ഏക്കറിന് വെറും 5 രൂപ, അന്നത്തെ 5 രൂപ, ഒരു ഏക്കറിന് 5 രൂപ ഒരു വർഷത്തേക്കാണ് ഈടാക്കിക്കൊണ്ടിരുന്നത്, അതായത് രാജാവിന് കിട്ടിക്കൊണ്ടിരുന്നത്. ആൻഡ് 1887 വർക്ക് സ്റ്റാർട്ട് ചെയ്തു, മുല്ലപ്പെരിയാർ ഡാമിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് വർക്ക് സ്റ്റാർട്ട് ചെയ്ത് അല്ലെങ്കിൽ അതിന്റെ കൺസ്ട്രക്ഷൻ അവർ ഉദ്ദേശിച്ചത് 50 വർഷത്തേക്ക് മാത്രമുള്ള ഒരു ഡാമായിട്ടാണ് അതിനെ അവർ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, യെസ്. ദെൻ ബ്രിട്ടീഷ് ആർമി എഞ്ചിനീയർ ആയിരുന്ന ജോൺ പെനികിക് ആണ് ഇതിന്റെ മേൽനോട്ടം വഹിച്ചത്. അതായത് മുല്ലപ്പെരിയാർ ഡാമിന്റെ മേൽനോട്ടം വഹിച്ചത് ബ്രിട്ടീഷ് ആർമി എഞ്ചിനീയർ ആയിരുന്ന ജോൺ പെനികിക് ആണ്. ജോൺ പെനികിക്കിന്റെ ഇമേജ് ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ആൻഡ് ഇത് തയ്യാറാക്കാൻ ഉപയോഗിച്ച മെറ്റീരിയൽസ് എന്ന് പറയുന്നത് കോൺക്രീറ്റ് പ്രിപ്പയർഡ് ഫ്രം ലൈംസ്റ്റോൺ ആൻഡ് സുർക്കി, ചുണ്ണാമ്പും അതുപോലെ സുർക്കി മിശ്രിതം. മിക്കവാറും മക്കൾക്ക് കേട്ടിട്ടുണ്ടാവും സുർക്കി മിശ്രിതം എന്ന് പറയുന്നത്. സോ വളരെ അതിന്റെ കോമ്പോസിഷൻ തന്നെ വളരെ പവർഫുൾ ആണ്. അതുകൊണ്ട് കൂടിയാണ് മുല്ലപ്പെരിയാർ ഡാം ഇത്ര വർഷങ്ങളായിട്ടും വലിയ കേടുപാടുകളൊന്നും കൂടാതെ ഇപ്പോഴും നിലനിൽക്കുന്നതെന്ന് പറയാം. പക്ഷെ ഓഫ് കോഴ്സ് ഏറ്റവും അധികം കൺസേൺ ഉള്ള ഒരു കേരളത്തിലെ പ്രത്യേകിച്ച് 4 ജില്ലകൾക്ക്, പ്രധാനമായിട്ടും 4 ജില്ലകൾക്ക്, ഇടുക്കി, കോട്ടയം, ആലപ്പുഴ ആൻഡ് എറണാകുളം, ഈ 4 ജില്ലകൾക്ക് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മുല്ലപ്പെരിയാർ ഡാമിന്, ഇപ്പോഴുള്ള ഡാമിനെ ഡീകമ്മീഷൻ ചെയ്തിട്ട് പുതിയൊരു ഡാം വരിക എന്നുള്ളത്. സോ ആൻഡ് അതാണ് ആ ഒരു കൺസ്ട്രക്ഷൻ ഉപയോഗിച്ച മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. തമിഴ്നാട്ടിലെ 5 ജില്ലകളിലേക്ക് 1 lakh acres ഓഫ് അഗ്രികൾച്ചർ ലാൻഡിലേക്ക് ഈ വെള്ളം കൊണ്ടുപോകുന്നുണ്ട്. ഓക്കെ, നമ്മുടെ തമിഴ്നാട്ടിലുള്ള തേനി, ഡിണ്ടിഗൽ, ഈ പറയുന്ന ഡിസ്ട്രിക്ട്സിലേക്കൊക്കെ മുല്ലപ്പെരിയാർ ഡാമിൽ നിന്നുള്ള വെള്ളമാണ് ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ചും കൃഷി ആവശ്യങ്ങൾക്കൊക്കെ വളരെ ധാരാളമായിട്ട് ഈ വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. മുല്ലപ്പെരിയാർ ഡാമിൽ നിന്നുള്ള വെള്ളം അവർ ഉപയോഗിക്കുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. തീർച്ചയായും നമ്മുടെ കേരളത്തിന്റെ പൊളിറ്റിക്കലായാലും സൊസൈറ്റിയിലായാലും ഏത് രീതിയിലുള്ള ഡിസ്കഷൻസിലും വളരെയധികം പ്രാധാന്യത്തോടു കൂടെ കടന്നു വരുന്ന ഒരു ടോപ്പിക്കാണ് മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്നത്. നമ്മുടെ ജനങ്ങളുടെ സുരക്ഷ അത് വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാര്യം തന്നെയാണ്. ആൻഡ് സ്റ്റിൽ നമ്മുടെ കേസ് ഇന്റർസ്റ്റേറ്റ് ഡിസ്പ്യൂട്ട്, കേരളവും തമിഴ്നാടും തമ്മിലുള്ള ഇന്റർസ്റ്റേറ്റ് ഡിസ്പ്യൂട്ട് ഇപ്പോഴും സുപ്രീം കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഇന്റർസ്റ്റേറ്റ് ഡിസ്പ്യൂട്ട് പെട്ടെന്ന് തീരില്ല, അതിന് വളരെയധികം ലീഗൽ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് നീണ്ടു പോകുന്നത്. പക്ഷെ ഒരിക്കലും നമ്മുടെ ജനങ്ങളുടെ സേഫ്റ്റി വെച്ചിട്ട് നമുക്ക് ഒരിക്കലും കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റില്ല. വി ഹാവ് ടു റെക്ടിഫൈ ഇറ്റ് അറ്റ് എനി കോസ്റ്റ്, അല്ലെ? നമ്മൾ അതിനെ റെക്ടിഫൈ ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, യെസ്. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്, മുല്ലപ്പെരിയാർ ഡാം. മക്കൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ടോപ്പിക്കാണ്. പക്ഷേ നമ്മൾ ഇന്ന് പഠിച്ചത് കുറേയധികം പുതിയ കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ മക്കൾ ഈ പോയിന്റ്സ് ഒക്കെ നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. ആൻഡ് നമ്മുടെ ഹിസ്റ്ററിയും വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, ഇതെങ്ങനെയാണ്, ആരാണ് നിർമ്മിച്ചത്, ആരാണ് ആ ലാൻഡ് വിട്ടുകൊടുത്തത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു നോ അബൌട്ട് മുല്ലപ്പെരിയാർ ഡാം ആൻഡ് ഇറ്റ്സ് ബേണിംഗ് ഇഷ്യൂസ്. ഓക്കെ, സോ മക്കൾക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നു. ആൻഡ് ഹിയർ ഈസ് എ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ട്രിബ്യൂട്ടറി ഓഫ് ദ പെരിയാർ റിവർ? മുതിരപ്പുഴ, മുല്ലയാർ, ചെറുതോണി, ഓൾ ഓഫ് ദി അബവ്. മക്കള് ഇതിന്റെ ആൻസർ നമ്മുടെ കമന്റ് ബോക്സിൽ പ്ലേസ് ചെയ്യാം. അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ പോയിന്റ്സും നോട്ട് ഡൗൺ ചെയ്ത് നോക്കാം. ആൻഡ് ഫൈനലി നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കാവുന്നതാണ്. നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ഗിഫ്റ്റ് തന്നെയാണ് നമ്മുടെ സിവിൽ സർവീസ് ഫൗണ്ടേഷൻ കോഴ്സ്. നമ്മൾ ഇപ്പോൾ കോഴ്സ് ചെയ്തുകൊണ്ടിരുന്ന കുട്ടികളിലൂടെ നമുക്ക് തീർച്ചയായും അത് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. ആൻഡ് സ്കൂൾ അക്കാഡമിക്സിനൊക്കെ വളരെയധികം ഹെൽപ്ഫുൾ ആകുന്ന രീതിയിലാണ് നമ്മുടെ കോഴ്സ് പോകുന്നത്. സോ ഒരു കുട്ടിയുടെ ഏറ്റവും കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് വേണ്ടി ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ള കരിക്കുലം ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ കോഴ്സ് പോകുന്നത്. ആൻഡ് വിത്ത് എന്താ പറയാ, ഏറ്റവും നന്നായിട്ട് തന്നെ നമുക്ക് അതിനെ കുറിച്ച് പറയാൻ സാധിക്കും. ബിക്കോസ് നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ ഏറ്റവും നന്നായിട്ടാണ് നമ്മുടെ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നമ്മുടെ പുതിയ ബാച്ചുകളിലേക്ക് ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കാവുന്നതാണ്. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ ക്ലാസ്.